വഴുതനങ്ങ ഒട്ടും ഇഷ്ടമില്ലാത്ത ആ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇനി മുതൽ ആളിതിൻ്റെ ഒരു ഫാനായി മാറാൻ നല്ല ചാൻസ് ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു റെസിപ്പി ആയിരുന്നു. പിന്നെ മഴയും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരം വൈകി എണീക്കുമ്പോൾ നമുക്ക് എളുപ്പക്കറികളാണല്ലോ വേണ്ടത്. അങ്ങനെയാണ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയത്. ഈ വഴുതനങ്ങ ഉടച്ചതുണ്ടെങ്കിലേ അതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. വഴുതനങ്ങ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം മുളകും മഞ്ഞളും ഉപ്പും തേച്ചൊന്ന് വെക്കുക കേട്ടോ. പാത്രം കഴുകാൻ അത്യാവശ്യം മടിയുള്ളവരൊക്കെ ഒരു പാനിൽ തന്നെ രണ്ടും ചെയ്തെടുത്താൽ മതി. ആദ്യം പാൻ ചൂടാകുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ഉണക്കമുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കണം. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറുന്നത് വരെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക. അതുപോലെ തന്നെ ഉണക്കമുളക് കേട്ടോ. അതിന് ശേഷമാണ് വഴുതനങ്ങ ഇതിൽ പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് കുറേ പാത്രങ്ങളൊന്നും കഴുകേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് പൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുക്കുക. ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചാലൊന്നും ഇത് ഉടഞ്ഞു കിട്ടില്ല കേട്ടോ. നല്ല കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഉടച്ചൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ചൂട് ചോറിൻ്റെ മുകളിൽ ഇത് കുറച്ചങ്ങ് ഇട്ടിട്ട് നല്ലോണം കുഴച്ച് കഴിക്കുക. പിന്നെ നമുക്കിത് ലഞ്ച് ബോക്സിലും പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വഴുതനങ്ങയ്ക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.